യുദ്ധം കൊണ്ട് പരിഹരിക്കാവുന്നതല്ല പാരിസ്ഥിതിക സംഘർഷങ്ങളെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ കേന്ദ്ര വിഷയം എന്താണെന്നറിയാൻ വാർത്തകൾക്കിടയിലൂടെ സഞ്ചരിക്കേണ്ടത് പ്രധാനമാണ്. ഭീകരവാദിത്വത്തിൻ്റെയും ആണവ മസിൽ പെരുക്കത്തിൻ്റെയും പശ്ചാത്തലത്തിലുള്ള ഗ്വാഗ്വാവിളികൾ മാറ്റിവെച്ച് വിഷയത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സുപ്രധാന വിഷയം ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ പൊതുവായി അനുഭവിക്കുന്നതും സമീപഭാവിയിൽ തന്നെ കൂടുതൽ രൂക്ഷമാകാൻ പോകുന്നതുമായ ജലപ്രശ്നമാണ് എന്നതാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദശകത്തിൽ എഴുതപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ വരാനിരിക്കുന്ന ജലയുദ്ധത്തിന്റെ സാധ്യതകൾ തുറന്നു കാട്ടുന്നവയാണ്. ജലലഭ്യതയെ സംബന്ധിച്ച ആശങ്കകൾ ഭൗമരാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന സുപ്രധാന വിഷയങ്ങളായി മാറുമെന്നതാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രശസ്ത ഭൗമരാഷ്ട്രതന്ത്രജ്ഞൻ ബ്രഹ്മചെല്ലാനി 2013 എഴുതിയ വാട്ടർ പീസ് ആൻഡ് വാർ എന്ന ഗ്രന്ഥമായാലും ഇന്ത്യൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ എസ് പത്മനാഭൻ 2017 എഴുതിയ നെക്സ്റ്റ് ചൈന ഇന്ത്യ വാട്ടർ വാർ വേൾഡ് ഫസ്റ്റ് വാട്ടർ വാർ 2029 എന്ന ഗ്രന്ഥമായാലും ചൂണ്ടിക്കാട്ടുന്നത് മേഖലയിലെ ജലദൗർബല്യത്തെയും അതുമായി ബന്ധപ്പെട്ട് ശക്തമാകാൻ പോകുന്ന സംഘർഷങ്ങളെക്കുറിച്ചും തന്നെയാണ്. എത്രയൊക്കെ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും പാരിസ്ഥിതിക തകർച്ചകളിൽ നിന്നുടലെടുക്കുന്ന വിഭവ പ്രതിസന്ധി മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് പുതുതായി ഉടലെടുത്ത സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സിന്ധു നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി തള്ളിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവയുടേതായി പുറത്തു വന്നു കഴിഞ്ഞു. സിന്ധു നദീജല തർക്കത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം രാജ്യങ്ങൾ അനുഭവിക്കുന്ന ജലദൗർലഭ്യമാണെന്നും അതിന് ചാലകശക്തിയായി മാറിയിരിക്കുന്നത് കാലാവസ്ഥാ പ്രതിസന്ധിയാണെന്നുമുള്ള നിഗമനങ്ങൾക്ക് ഇന്ന് ശാസ്ത്രീയ അടിത്തറ വേണ്ടുവോളമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഹിന്ദുകുഷ് മേഖലയിലെ ഹിമപാളികളുടെ ഉരുക്കം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഒരേ സമയം നദീതട വ്യവസ്ഥയിൽ വൻതോതിലുള്ള വെള്ളപ്പൊക്കത്തിനും തുടർന്നുള്ള വരൾച്ചയ്ക്കും കാരണമായി മാറുന്നുണ്ട്. അന്താരാഷ്ട്ര കാർഷിക ഭക്ഷ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ആഗോള ജനസംഖ്യയുടെ 18% ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ആഗോള ജലവിഭവത്തിന്റെ കേവലം 4% മാത്രമേ ലഭ്യമായുള്ളൂ എന്നത് രാജ്യം നേരിടാൻ പോകുന്ന ജലദൗർബല്യത്തിന്റെ ഗുരുതരാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ ഭാവിയിലെ ജലാവശ്യവും ലഭ്യതയും തമ്മിലുള്ള വിടവ് സംബന്ധിച്ച് CWMI അടിസ്ഥാനമാക്കി നീതി ആയോഗ് 2019 തയ്യാറാക്കിയ കണക്കനുസരിച്ച് 2030 ആകുമ്പോഴേക്കും രാജ്യത്തെ പ്രതിശീർഷ ജലലഭ്യതയും ആവശ്യകതയും തമ്മിലുള്ള വിടവ് ഏതാണ്ട് ഇരട്ടിയോടടുത്ത് വരും. നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ജലസംഘർഷത്തിലേക്ക് ചൈന കൂടി കടന്നു വരുമ്പോൾ സംഘർഷത്തിന്റെ വ്യാപ്തിയും അഗാധങ്ങളും എത്രത്തോളം വർദ്ധിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രാപ്തി പോലും നമുക്കില്ലെന്നതാണ് വസ്തുത. പാരിസ്ഥിതിക കാലാവസ്ഥാ പ്രതിസന്ധികളോടുള്ള പ്രതികരണമെന്നത് നിലവിലുള്ള സാമ്പത്തിക വികസന നയങ്ങളുടെ പുനഃപരിശോധനയും അടിയന്തര തിരുത്തൽ നടപടികളും ആകേണ്ടതുണ്ട്.